ഇത് കാരണമാണ് ഞാൻ എൻ്റെ ട്രാവൽ വ്ളോഗ്സ് എടുക്കുന്ന സമയത്ത് ഐഫോണിന് പകരം 360 ക്യാമറ യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തെ മെയിൻ കാരണം 360 ക്യാമറ എനിക്ക് എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ആക്സസറീസ് ഉണ്ടെങ്കിൽ മൗണ്ട് ചെയ്ത് വെക്കാം. ഇതിലൂടെ എനിക്ക് പല ആംഗിൾസിലുള്ള ഷോട്ട്സ് കിട്ടും. പക്ഷേ ഐഫോണിൽ ഇത് വളരെ ഡിഫിക്കൽട്ടുമാണ്, അതുപോലെ തന്നെ റിസ്ക്കും. ഐഫോണിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രെയിമിങ്ങും കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പക്ഷേ 360 ക്യാമറയിൽ ഫ്രെയിമിങ്ങിനെ കുറിച്ച് വെറി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് ഫ്രെയിം കൊണ്ടുവരാം. റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്വിക്കായിട്ട് എന്തെങ്കിലും ക്യാപ്ചർ ചെയ്യണമെങ്കിൽ ഫോൺ പോക്കറ്റിൽ നിന്ന് എടുത്ത് റെക്കോർഡ് ചെയ്യാൻ ടാസ്ക് ആണ്. പക്ഷേ 360 ക്യാമറ എവിടെയെങ്കിലും ഇതുപോലെ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന റെക്കോർഡ് ബട്ടണിൽ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ ക്യാമറ ഓൺ ആയിട്ട് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവും. വീണ്ടും ആ ഒരു ബട്ടണിൽ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആയിട്ട് ക്യാമറ ഓഫ് ആയിക്കോളും. ഐഫോണിൽ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് അൾട്രാ വൈഡ് ആംഗിൾ ഇട്ടാലേ അത്യാവശ്യം ഫീൽഡ് ഓഫ് വ്യൂ കിട്ടുള്ളൂ. പക്ഷേ ഫ്രെയിമിംഗ് കറക്റ്റ് ആണോ ഉള്ളത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോക്കണം. DJI Osmo 360 ഒരു ഹൊറിസോണ്ടൽ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. യൂട്യൂബിലേക്ക് വേണ്ട ഹൊറിസോണ്ടൽ വീഡിയോയും ഇൻസ്റ്റാഗ്രാമിലേക്ക് വേണ്ട വെർട്ടിക്കൽ വീഡിയോയും ഈ ഒരു ഒറ്റ വീഡിയോ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാം. ടോട്ടലി ഒരു ഓൾറൗണ്ടർ ആയിട്ട് നമുക്ക് DJI Osmo 360 യൂസ് ചെയ്യാം.